നമസ്കാരം, ജലഞ്ജരാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവംബറിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ മാസത്തെ നവംബറിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്. അപ്പോ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചേക്കുക, കാരണം എല്ലാ എക്സാംസിനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിക്കാറുണ്ട്. പേര് മറക്കാതിരിക്കുക. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് വെച്ചാൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അടുത്ത ചോദ്യം, 2024 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിക്ക് അതായത് COP29 വേദിയായത് എവിടെ? അസർബൈജാനാണ്. നമ്മൾ വേദികൾ പഠിച്ചപ്പോൾ ഇത് പറഞ്ഞിരുന്നു, എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കുന്നതാണ്. 2024 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി അല്ലെങ്കിൽ COP29 29ാമത്താണ്. 29ന്റെ വേദിയായത് എവിടെയാന്ന് വെച്ചാൽ അസർബൈജാനാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യനും ആൻസറും നോക്കി പോവാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2024 കേരള സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഓവറോൾ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. 2024 കേരള സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണ്? തിരുവനന്തപുരമാണ്. 2024 നടന്ന കേരള സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ കിരീടം നേടിയ ജില്ല മലപ്പുറം. ഓർത്തിരിക്കുക, എന്താണ്? അത്ലറ്റിക്സ് വിഭാഗത്തിലാണ്. ഇത് ഓവറോൾ നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ മലപ്പുറമാണ് കേട്ടോ. വീണ്ടും കേരള സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഗെയിംസ് വിഭാഗത്തിൽ കിരീടം നേടിയ ജില്ല തിരുവനന്തപുരമാണ്. അപ്പൊ 2 തിരുവനന്തപുരം പഠിച്ചു. ഓവറോൾ തിരുവനന്തപുരം, ഗെയിംസ് വിഭാഗത്തിൽ കിരീടം നേടിയ തിരുവനന്തപുരം. നമ്മുടെ അത്ലറ്റിക്സ് വിഭാഗത്തിലാണെങ്കിലോ മലപ്പുറമാണ്. സ്കൂൾ കായിക മേളകൾ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അടുത്ത എക്സാംസിന് കൂടുതലും സ്പോർട്സ് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഓർത്ത് വയ്ക്കും. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എഴുതി പോവുക കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത് വീണ്ടും കായികമേള തന്നെയാണ്. 2024 നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അക്വാറ്റിക്സ് വിഭാഗത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരം. അപ്പൊ കൂടുതൽ തിരുവനന്തപുരമാണ് കേട്ടോ. അടുത്ത, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രബോധവും വ്യത്യസ്തമായ ഒരു അധ്യാപന രീതിയും വളർത്തിയെടുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. അപ്പൊ എന്തിനാണ്? കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രബോധവും വ്യത്യസ്തമായ ഒരു അധ്യാപന രീതിയും വളർത്തിയെടുക്കുന്നതിന് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് എന്ത്? മഴവില്ല്. പദ്ധതികൾ ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പൊ ഓരോ മാസം നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഓർത്ത് നോക്കി വെച്ചേക്കുക. നാഷണൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിത ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് BR ഗവായ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ 2024 ഹോക്കി സ്റ്റാർ പുരസ്കാരത്തിൽ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്തത് ആരെന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ് ആണ്. ഓക്കെ, ഹോക്കി എന്ന് പറയുമ്പോൾ നമുക്ക് PR ശ്രീജേഷ് ആണ് ഓർമ്മ വരുന്നത്. അപ്പൊ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ 2024 ഹോക്കി സ്റ്റാർ പുരസ്കാരത്തിൽ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? PR ശ്രീജേഷിനെയാണ് കേട്ടോ. അടുത്തത്, 2024 നവംബറിൽ എയർ ഇന്ത്യയിൽ ലയിച്ച എയർലൈൻ ബ്രാൻഡ് ആണ് ചോദിച്ചത്. ഏതിലാണ് ലയിച്ചത്? എയർ ഇന്ത്യയിൽ ലയിച്ച എയർലൈൻ ബ്രാൻഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിസ്താരയാണ്. ഓക്കെയാണ്, വിസ്താര. അടുത്ത ചോദ്യം, പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് FC ആണ്. ഫസ്റ്റ് ആണ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കാലിക്കറ്റ് FC ആണ്. അതുപോലെ അടുത്ത ചോദ്യം, 2024 നവംബറിൽ 25ാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. എത്രാം വാർഷികമാണ്? 25ാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? കിഫ്ബി ആണ്. എപ്പോഴാണ്? 2024 കേട്ടോ. അടുത്ത, ലോകത്തെ ആദ്യത്തെ ആർട്ടിസ്റ്റ് റോബോട്ട് എന്ന് പറയുന്നത് എയ്ഡ. ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന ഒരു റോബോട്ട് എയ്ഡ. മേ ബി അത് ഇങ്ങനെ റോബോട്ടുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് അതുകൂടി ആഡ് ചെയ്തത് കേട്ടോ. വിയോഗമാണ്. 2024 നവംബറിൽ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായണൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വാദ്യോപകരണം? സാരംഗി എന്നാണ് കേട്ടോ. 2024 നവംബറിൽ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായണൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സാരംഗിയാണ് നമുക്ക് ഉത്തരം. അടുത്ത, 2024 ബുക്കർ പുരസ്കാരം നേടിയത് ആര്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. 2024 ബുക്കർ പുരസ്കാരം നേടിയത് ആര്? സാമന്ത ഹാർവേ. ഓർബിറ്റൽ എന്നാണ് ബുക്കിന്റെ പേര്. ബുക്കിന്റെ പേര് എന്താണ്? നോവലിന്റെ പേര് ഓർബിറ്റൽ. കിട്ടിയതാർക്ക്? സാമന്ത ഹാർവേ. നോവലിന്റെ പേര്
ഓർബിറ്റർ. ഓക്കെ ആണ്. ബുക്കർ പ്രൈസ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, ഇന്ത്യയിൽ ആദ്യമായി PSLV റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിച്ച സ്വകാര്യ കമ്പനി അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ്. അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് PSLV റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിച്ച സ്വകാര്യ കമ്പനിയാണ് അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. അടുത്ത, 2024 നബാർഡ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം കാർഷിക വരുമാനം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 3. കാർഷിക വരുമാനം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 3. അപ്പൊ എക്കണോമിക്സിലെ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്തത്, മൗറീഷ്യസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് നവീൻ റാംഗുലാം. ആരാണ്? നവീൻ റാംഗുലാം ആണ് മൗറീഷ്യസിന്റെ പുതിയ പ്രധാനമന്ത്രി. അടുത്ത, 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഒഡീഷ ഭുവനേശ്വർ ആണ്. എവിടെയാണ്? ഒഡീഷ ഭുവനേശ്വർ ആണ് 18ാമത് പ്രവാസി ഭാരതീയ, ഓർത്തിരിക്കുക, പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലെ ഭുവനേശ്വർ ആണ്. അപ്പൊ 18ാമത് നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 2025 ജനുവരിയിലാണ്. അടുത്ത വർഷം ജനുവരി 2025 ജനുവരിയിലാണ് നടക്കുന്നത്. എത്രാമത്തെയാണ്? 18ാമത് സമ്മേളനമാണ്. 18ാമത് സമ്മേളനത്തിന്റെ പ്രമേയമാണ് വികസിത ഭാരതത്തിന് പ്രവാസി ഇന്ത്യക്കാരുടെ സംഭാവനകൾ. എന്താണ്? വികസിത ഭാരതത്തിന് പ്രവാസി ഇന്ത്യക്കാരുടെ സംഭാവനകൾ. അടുത്ത, 2024 അവസാനത്തെ സൂപ്പർ മൂൺ ദൃശ്യമായത് എന്നാണ്? 2024 നവംബർ 16 കേട്ടോ. അത് സൂര്യനും ഭൂമിയുമായിട്ട് മൂൺ അടുത്ത് നിൽക്കുന്ന അതാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. സൂപ്പർ മൂൺ ദൃശ്യമായത്, അതായത് 2024 അവസാനത്തെ സൂപ്പർ മൂൺ എവിടെയാണ് എന്നാണെന്ന് വെച്ചാൽ 2024 നവംബർ 16 അവസാനമായിട്ട് ദൃശ്യമായത്. ഇനി അടുത്ത വർഷമേ കാണത്തുള്ളൂ, അതായിരിക്കും. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല. കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ലയാണ് തൃശ്ശൂരാണ് കേട്ടോ. 37ാമത്. അപ്പൊ നമ്മൾ കായിക മേളകൾ പഠിച്ചായിരുന്നു, അങ്ങനെ അപ്പം എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. അടുത്ത, മിസ് യൂണിവേഴ്സ് ആണ് കേട്ടോ. അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതാണെന്ന് വെച്ചാൽ വിക്ടോറിയ കെയർ തെയിൽവിക്. എവിടത്തെയാണ്? ഡെൻമാർക്കിലുള്ള ആളാണ്. വിക്ടോറിയ കെയർ തെയിൽവിക് എന്നാണ് പേര്. എവിടെ നിന്നാണ്? ഡെൻമാർക്കിൽ നിന്നാണ് കേട്ടോ. ഡെൻമാർക്കിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ആളാണ് മിസ് യൂണിവേഴ്സ് 2024 മിസ് യൂണിവേഴ്സ്. അടുത്ത, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഗൂഗിളിന്റെ പ്രളയ മുന്നറിയിപ്പ് സംവിധാനം. എന്താണ് പ്രളയ മുന്നറിയിപ്പ് സംവിധാനം? നിർമ്മിത ബുദ്ധി, അതായത് AI ആണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഗൂഗിളിന്റെ പ്രളയ മുന്നറിയിപ്പിന്റെ സംവിധാനം എന്നുള്ള ഗ്രാഫ് കാസ്റ്റ്. ഏതാണ്? ഗ്രാഫ് കാസ്റ്റ് എന്നാണ് അതിന്റെ പേര്. അടുത്തത്, 2023 ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹ വാതകം പുറന്തള്ളിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ചൈനയാണ്. 2023 ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹ വാതകം പുറന്തള്ളിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ചൈനയാണ്. 30.10% ആണ്. രണ്ടാമത് USA, മൂന്നാമത് ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹ വാതകം പുറന്തള്ളിയ രാജ്യം ചൈനയാണ് 2023. രണ്ടാമത് USA, മൂന്നാമത് ഇന്ത്യയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശീയമായി നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ. തദ്ദേശീയമായി നിർമ്മിച്ച ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യം. അപ്പൊ 4ാമത്തെ രാജ്യമാണെങ്കിൽ അതിന് മുന്നേ 3 രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഏതൊക്കെയാണ്? USA, റഷ്യ, ചൈനയാണ് ഇതിന് മുന്നേ ഉള്ള 3 രാജ്യങ്ങൾ. 4ാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ. എന്താണ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗതയുള്ളതാണ് ഈ മിസൈൽ. ശബ്ദത്തേക്കാൾ 5 മടങ്ങ് വേഗത. മിസൈൽ നിർമ്മിച്ചത് DRDO ആണ്. മിസൈൽ പരീക്ഷണം നടത്തിയത് അബ്ദുൽ കലാം ദ്വീപ്. ഇവിടെ ഒഡീഷയിലുള്ള അബ്ദുൽ കലാം ദ്വീപിലാണ് പരീക്ഷണം നടത്തിയത്. ബാക്കി മറ്റു രാജ്യങ്ങൾ എന്ന് വെച്ചാൽ US, റഷ്യ, ചൈനയാണ് ഇതിന് മുന്നേ പരീക്ഷണം നടത്തിയിട്ടുള്ള രാജ്യം. 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് സിംഗപ്പൂർ കേട്ടോ. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം എവിടെയാണ്? സിംഗപ്പൂർ ആണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ മത്സരാർത്ഥികളാണ് ഡിങ് ലിറൈൻ എവിടെ നിന്നുള്ള? ചെന്നൈയിൽ നിന്നുള്ള. പിന്നെ ഡി ഗുഗേഷ് ഇന്ത്യ തമിഴ്നാട്ടിൽ നിന്നുള്ള. ഡി ഗുഗേഷും ഡിങ് ലിറൈൻ എവിടെ നിന്നുള്ള? ചൈനയിൽ നിന്നുള്ള. അപ്പൊ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം എവിടെയാണ്? സിംഗപ്പൂർ ആണ്. ഓക്കെയാണ്. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടി 2024 വേദി പെറു ആണ്. പെറുവിലെ ലിമ പെറു.
പെറുവിൽ എവിടെയാണ്? ലിമ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടി നടക്കുന്ന എവിടെയാണ്? പെറുവിലെ ലിമയിലാണ്. അടുത്ത ഇന്ത്യയുടെ പുതിയ CAG എന്ന് പറഞ്ഞാൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ ആണ്. കെ സഞ്ജയ് മൂർത്തിയാണ്. ഇന്ത്യയുടെ 15ാമത്തെ CAG ആണ് ആര്? കെ സഞ്ജയ് മൂർത്തി. അപ്പൊ നിലവിൽ ആരായിരുന്നു? ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ആർക്ക് നിയമനം ലഭിച്ചത്? കെ സഞ്ജയ് മൂർത്തിക്ക് നിയമനം ലഭിച്ചത്. CAG അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ പുതിയ CAG കെ സഞ്ജയ് മൂർത്തി. പ്രധാന പദവികൾ വഹിക്കുന്നത് കുറച്ചുപേരെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ ചെയ്തിരുന്നതിനേക്കാളും കുറച്ചുകൂടി പുതിയ ആൾക്കാർ ഓരോ മാസം മാറുന്നത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മാറുന്നത് തന്നെയായിരിക്കും കൂടുതലും എക്സാമിന് ചോദിക്കാനും ചാൻസ്. അടുത്ത് GSAT 20 വിക്ഷേപണം നടത്തിയത് എന്നാണ്? നവംബർ 18 2024 നവംബർ 18 GSAT വിക്ഷേപണം നടത്തി. ഇനി എന്താണ് GSAT വിക്ഷേപണം വെച്ചാൽ ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT 20 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര ആകാശ പരിധികളിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപഗ്രഹം എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത്. അതിന്റെ ഭാരം 4700 കിലോഗ്രാം ആണ്. ഉപഗ്രഹ നിർമ്മാതാക്കൾ ISRO ആണ്. പിന്നെ അതിന്റെ വാഹനം കൂടി പഠിച്ചിരിക്കുക. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 Block 5 റോക്കറ്റ് ആണ്. അപ്പൊ ഒന്നുകൂടെ ഓർത്തിരിക്കുക, GSAT 20 വിക്ഷേപണം നടത്തിയത് നവംബർ 18 2024 ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര ആകാശ പരിധികളിലും അതിവേഗ ഇന്റർനെറ്റ് ഓർത്താൽ മതി. ഇന്റർനെറ്റ് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഭാരം 4700 കിലോഗ്രാം ആണ്. നിർമ്മാതാക്കൾ ISRO. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 Block 5 റോക്കറ്റ് ആണ്. ഓക്കെയാണ്. അടുത്ത 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ കിരീടം നേടിയ ജില്ല മലപ്പുറം ആണ് കേട്ടോ. ഇത് ശാസ്ത്രോത്സവം. നമ്മൾ നേരത്തെ കായികമാണ് പഠിച്ചത്. അപ്പോ 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ല എന്ന് വെച്ചാൽ മലപ്പുറമാണ്. 2ാം സ്ഥാനം കണ്ണൂരിനാണ്. 3ാം സ്ഥാനം കോഴിക്കോടിനാണ്. അപ്പൊ 1ാം സ്ഥാനം മലപ്പുറം, 2ാം സ്ഥാനം കണ്ണൂർ, 3ാം സ്ഥാനം കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഹരിയാനയിലെ സോണിപത്താണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയെന്ന് വെച്ചാല് ഹരിയാനയിലെ സോണിപത്താണ്. ഓക്കെ ആണല്ലോ. അടുത്തത് 2024 ഇന്ത്യയിലെ മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് എവിടെയാണ്? കേരളമാണ്. മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളമാണ്. അപ്പൊ ഇത് കുറച്ച് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ വരുന്നത്. മികച്ച മറൈൻ ജില്ലയെ തിരഞ്ഞെടുത്തത് എവിടെയാണ്? കൊല്ലം ജില്ലയാണ് കേട്ടോ. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം എവിടെയാണ്? തെലങ്കാന. മികച്ച വടക്ക് കിഴക്കൻ മത്സ്യബന്ധന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മികച്ച മത്സ്യബന്ധന കേന്ദ്രഭരണ പ്രദേശം എവിടെയാന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ ആണ്. ഓക്കെ. ഇന്ത്യയിലെ മികച്ച മറൈൻ സംസ്ഥാനം എവിടെയാണ്? കേരളമാണ്. അതിൽ മികച്ച മറൈൻ ജില്ല എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം തെലങ്കാനയാണ്. മികച്ച വടക്ക് കിഴക്കൻ മത്സ്യബന്ധന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് കേട്ടോ. മികച്ച മത്സ്യബന്ധന കേന്ദ്രഭരണ പ്രദേശം എവിടെയെന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അടുത്തത് ഇന്ത്യയിലെ 56ാമത്തെ ടൈഗർ റിസർവ് ആണ്. 56ാമത്തെ ടൈഗർ റിസർവ് ഗുരു കാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ് കേട്ടോ. ഗുരു കാസിദാസ് തമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. ഇത് 56ാമത്തെ ടൈഗർ റിസർവ് ആണെന്ന് ഓർത്തിരിക്കുക. 2024 ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റോട് കൂടി അന്താരാഷ്ട്ര കരിയറിൽ നിന്ന് വിരമിച്ച താരം ആരാണ്? റാഫേൽ നദാലാണ്. സ്പെയിൻ താരമാണ്. റാഫേൽ നദാൽ വിരമിച്ചു. പത്രത്തിലൊക്കെ നമ്മൾ കണ്ടു. ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റോട് കൂടിയാണ് അദ്ദേഹം വിരമിച്ചത്. ക്ലേ കോർട്ടിലെ രാജാവ് എന്നാണ് അദ്ദേഹത്തിന് പറയപ്പെടുന്നത്. 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അടുത്ത പ്രശസ്ത മലയാള സാഹിത്യകാരൻ ഓംചേരി NN പിള്ള അന്തരിച്ചു. ആരാണ് ഓംചേരി NN പിള്ള? നാടകകൃത്തും നോവലിസ്റ്റും കവിയുമായിരുന്നു. ഓക്കെ. അടുത്ത വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദിയാകുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദിയാകുന്നത് ഏതാണെന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ ന്യൂഡൽഹിയാണ്. അടുത്തത് നെയിം പദ്ധതി. എന്താണ് നെയിം പദ്ധതി എന്ന് നോക്കാം. പ്രവാസി മലയാളികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? നെയിം എന്ന് വെച്ചാൽ നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ്. എന്താണ് നെയിം പദ്ധതി? പ്രവാസി മലയാളികൾക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? നെയിം പദ്ധതി. പദ്ധതികളൊക്കെ ഓർത്തിരിക്കണം. അടുത്ത 2025 ഖേലോ യൂത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? ബീഹാറാണ്. 2025 ആണ് കേട്ടോ.
2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാർ ആണ്. അതെന്താണ്, ബീഹാർ 7ാമത് ഖേലോ ഇന്ത്യക്കാണ് വേദിയാവാൻ പോകുന്നത്, 7ാമതാണ് കേട്ടോ. അതുപോലെ തന്നെ 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എവിടെ തന്നെയാണ്, ബീഹാർ തന്നെയാണ്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യന്മാർ ആരായിരുന്നു, മഹാരാഷ്ട്രയായിരുന്നു. വേദി എവിടെയായിരുന്നു, തമിഴ്നാടായിരുന്നു. ഓക്കെ, ഇനി ബീഹാറിലാണ്. 2025 ബീഹാറാണ്, 2024 എവിടെയാണ്, തമിഴ്നാടായിരുന്നു. വിജയികളായിരുന്നു, മഹാരാഷ്ട്രയായിരുന്നു. അടുത്ത പൂർവി പ്രഹാർ എക്സസൈസ് 2024. എന്താണ് പൂർവി പ്രഹാർ എക്സസൈസ് എന്ന് നോക്കാം. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസത്തിനെയാണ് പൂർവി പ്രഹാർ എക്സസൈസ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്, കര, നാവിക, വ്യോമ 3 പേരും കൂടെയുള്ള ഒരു സംയുക്ത എക്സസൈസ് ആണ് എന്ത്, പൂർവി പ്രഹാർ എക്സസൈസ് 2024 എന്ന് പറയുന്നത്. അടുത്ത JCB സാഹിത്യ പുരസ്കാരം 2024 JCB സാഹിത്യ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്, ഉപമന്യു ചാറ്റർജിയാണ്. നോവല്, അതായത് ഇത് കിട്ടാൻ കാരണമായ നോവല് ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്, അതിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്, JCB സാഹിത്യ പുരസ്കാരം കിട്ടിയത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികം ആചരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നവംബർ 26, 2024 നവംബർ 26 നമ്മൾ എന്ത് ചെയ്തത്, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ എത്രാമത്തെ വാർഷികം, 75ാമത് വാർഷികം ആചരിച്ചത് നവംബർ 26, 2024. ഓക്കെ, അപ്പൊ അത് എന്താണ്, 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ചത്. അത് നമുക്കറിയാം. 1949 നവംബർ 26 അതിന്റെ 75ാം വാർഷികമാണ് ഇപ്പൊ നമ്മൾ ആചരിച്ചത്. എവിടെയാണ് ഇതിന്റെ ആഘോഷങ്ങൾ നടന്നത്, ഇന്ത്യയുടെ പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ്. പഴയ പാർലമെന്റ് അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്നാണ് അറിയപ്പെടുന്നത്. എവിടെയാണ് വാർഷികം നടന്നത്, പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ്. അതിനൊരു പ്രമേയമുണ്ട് നമ്മളിത് ആചരിച്ചതിന്, നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം, ഇതാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ചോദിക്കാം എത്രാമത്തെയാണ് ഇപ്പൊ ആചരിച്ചതെന്ന് ചോദിക്കാം. 75ാമതാണ്. അടുത്തത് സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ചത് എന്ത് കമ്മീഷനാണ്, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾ കാണാതാകുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് പ്രസ്താവിച്ചത് ആരാണ്, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. പൊതുരേഖാ നിയമം 1993 അനുസരിച്ചാണ് ഇത് ക്രിമിനൽ കുറ്റമായിട്ട് കണക്കാക്കുക. 5 വർഷം വരെ തടവും 10,000 രൂപ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത്. അടുത്തത് 2024 ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് മാർക്സ് വെസ്റ്റപ്പൻ, നെതർലാൻഡ് താരമാണ് മാർക്സ് വെസ്റ്റപ്പൻ ആണ്. അടുത്ത ചോദ്യം, യുണിസെഫുമായി സഹകരിച്ച് കാലാവസ്ഥാ അപകടങ്ങളെ നേരിടാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച ഇന്ത്യൻ ബാങ്ക് ഏതാണ്, ഇൻഡസിൻഡ് ബാങ്ക്. ഇതിനു വേണ്ടിയിട്ടാണ് കാലാവസ്ഥാ അപകടങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച ബാങ്കാണ് ഇൻഡസിൻഡ് ബാങ്ക് എന്ന് പറയുന്നത്. അടുത്തത് വിഷൻ പോർട്ടൽ. എന്താണ് വിഷൻ പോർട്ടൽ എന്ന് നോക്കാം. അധസ്ഥിതരായ യുവാക്കൾക്കും കുട്ടികൾക്കും ഇടയിൽ വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സുസ്ഥിര ഉപജീവന മാർഗം തുടങ്ങിയ കാര്യങ്ങൾ പരിപോഷിക്കുന്നതിന് ആരംഭിച്ച പോർട്ടലാണ് എന്ത്, വിഷൻ പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് വെച്ചാൽ വികസിത് ഭാരത് ഇനിഷ്യേറ്റീവ് ഫോർ സ്റ്റുഡന്റ് ഇന്നോവേഷൻ ആൻഡ് ഔട്ട്റീച്ച് നെറ്റ്വർക്ക് എന്നാണ്. വിഷൻ പോർട്ടൽ എന്താണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തത് ബേസിക് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടാണ്. 2023-24 ബേസിക് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടാണ് നോക്കുന്നത്. അതിൽ നമ്മൾ പാൽ ഉൽപാദനം, മുട്ട ഉൽപാദനം, മാംസ ഉൽപാദനം, ഇത് 3 നമ്മളിപ്പോ നോക്കുന്നത് കേട്ടോ. ഓക്കെ, പാൽ ഉൽപാദനം നോക്കുകയാണെങ്കിൽ ആകെ പാൽ ഉൽപാദനം 23.93 കോടി ടണ്ണാണ്. എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പാൽ ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏതാണ്, ഉത്തർപ്രദേശ് ആണ്. രണ്ടാമത് രാജസ്ഥാൻ. ഒന്നാമത് ഉത്തർപ്രദേശ്, രണ്ടാമത് രാജസ്ഥാനാണ് പാൽ ഉൽപാദനം. അടുത്ത മുട്ട ഉൽപാദനം നോക്കാം. ഒന്നാം സ്ഥാനത്ത് ആരാണ്, ആന്ധ്രാപ്രദേശ് ആണ്. 2ാം സ്ഥാനം തമിഴ്നാടിനാണ് കേട്ടോ. അടുത്ത മാംസ ഉൽപാദനം. 1ാം സ്ഥാനം പശ്ചിമ ബംഗാൾ, 2ാം സ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഓക്കെയാണ്. അടുത്ത 2025 ആർമി ഡേ പരേഡിന് വേദിയാകുന്ന നഗരം പൂനെ, മഹാരാഷ്ട്ര. 2025 ആർമി ഡേ പരേഡ് എന്താണെന്ന് ചോദിച്ചാൽ ആർമി ഡേ ജനുവരി 25 അതിന്റെ പരേഡിന് വേദിയാകുന്ന നഗരം ഏതെന്ന് ചോദിച്ചാല് പൂനെയാണ്, മഹാരാഷ്ട്ര പൂനെ. ജനുവരി 15 ആർമി ഡേ, ഓർത്തിരിക്കുക. അടുത്ത സറക്സ് എക്സസൈസ്, നമ്മളിപ്പോ 2 എക്സസൈസ് പഠിച്ചല്ലേ. അടുത്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തുന്ന മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ പരിശീലന പരിപാടിയാണ് എന്ത്, സറക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഫെങ്കലാണ് അല്ലെ. കുറച്ചു ദിവസം മുന്നേ വീശിയിട്ട് പോയതേ ഉള്ളൂ. ആരാണ് പേര് കൊടുത്തത്, സൗദി അറേബ്യ. തമിഴ്നാട്ടിലാണ് വീശിയത്. ഓക്കെ,
അടുത്ത ഡേവിസ് കപ്പ് ടെന്നീസ് ടൂർണമെന്റ് 2024 കിരീടം നേടിയതാരാണ്? ഇറ്റലിയാണ് കേട്ടോ. ഡേവിസ് കപ്പ് ഇറ്റലി. 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതിന് ഏതാണ് ഉദ്ഘാടന ചിത്രം, അല്ലെങ്കിൽ ഏതിനാണ് സുവർണ ചകോരം കിട്ടിയത്, അങ്ങനെ ചോദിക്കണ്ട. അപ്പൊ അതൊന്ന് ഓടിച്ചു നോക്കുക. പേരുകൾ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നിങ്ങൾ എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ പഠിക്കുക കേട്ടോ. അപ്പൊ അതെവിടെയാണ് അതിന്റെ വേദി? ഗോവയാണ് കേട്ടോ. അതിന്റെ നമുക്ക് ആദ്യം ഉദ്ഘാടന ചിത്രം നോക്കാം. ബെറ്റർ മാൻ, സംവിധാനം മൈക്കിൾ ഗ്രേസിയാണ്. അടുത്ത ഇന്ത്യൻ പനോരമ ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം സ്വതന്ത്ര വീർ സവർക്കർ, സംവിധാനം രൺദീപ് ഹൂഡയാണ്. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം ഖർ ജയ്സാ കുച്ച്, അതാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിക്കുന്ന മലയാള സിനിമ ഏതാണ്? ആടുജീവിതമാണ്. അതപ്പം വേദി ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. വേദി, പിന്നെ ഏതാണ് ഉദ്ഘാടന ചിത്രം എന്നൊക്കെ ഓർത്തു വെച്ചിരിക്കുക. പിന്നെ ഏത് മലയാള ചിത്രമാണ് പ്രദർശിപ്പിച്ചത്? ആടുജീവിതം. അടുത്ത അതില് സുവർണ മയൂരം ലഭിച്ചത് ടോക്സിക്, സംവിധായകൻ സൗളി ബിലു വിറ്റൈ. ഓക്കെ, ടോക്സിക് എന്ന സിനിമയ്ക്കാണ് സുവർണ മയൂരം ലഭിച്ചത്. അടുത്ത മികച്ച സംവിധായകനുള്ള രജത മയൂരം ലഭിച്ചത് ബോഗ്ദാൻ മുരേസ് ആണ്. ചിത്രം ഏതാണ്? ദി ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം. ഓക്കെ, മികച്ച നടൻ ക്ലെമൻ ഫാവിയു, ചിത്രം ഹോളി കൗ. മികച്ച നടി വെസ്റ്റ മാർലെ ലെവ റുട്കായിട്ട്, ചിത്രം ടോക്സിക്. ഓക്കെയാണ്. പേരുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്ത വേറൊരു പോർട്ടലാണ് ഈ ദാഖിൽ പോർട്ടൽ. എന്താണെന്ന് വെച്ചാൽ ഉപഭോക്തൃ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരാതികൾ ഫയൽ ചെയ്യുന്നതിനും സമയബന്ധിതമായി പരാതികൾ പരിഹരിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച പോർട്ടലാണ് ഈ ദാഖിൽ. ഓക്കെ, കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എന്താണ്? ഈ ദാഖിൽ പോർട്ടലാണ് കേട്ടോ. ഉപഭോക്തൃ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത 2024 രാജാ രവിവർമ്മ സമ്മാൻ അർഹനായ മലയാളി മുരളി ചീരോത്താണ്. അദ്ദേഹം നിലവിലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാനും പ്രശസ്ത വിഷ്വൽ ആർട്ടിസ്റ്റുമാണ് മുരളി ചീരോത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത്. അദ്ദേഹത്തിനാണ് 2024 രാജാ രവിവർമ്മ സമ്മാൻ കിട്ടിയത്. ഓക്കെയാണ്. അടുത്ത 2024 ഒക്ടോബറിൽ കാട്ടാനകൾ കൂട്ടത്തോടെ മരണപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്ത ടൈഗർ റിസർവ് ആണ് ബാന്ധവ്ഗഡ് ടൈഗർ റിസർവ്. എവിടെയാണ്? മധ്യപ്രദേശാണ് കേട്ടോ. അതെന്തോ ഫുഡ് കഴിച്ചിട്ട് അതിന് എന്തോ പറ്റിയതാണ്, കുറച്ച് കാട്ടാനകൾ മരിച്ചു. അപ്പൊ അതിങ്ങനെ ന്യൂസിൽ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ടൈഗർ റിസർവ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഓപ്പൺ AI പുതിയതായി അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ എന്നാണ്? നമുക്കറിയാം, ചാറ്റ് GPT സെർച്ച് ആണ്. ചാറ്റ് GPT ആണ് കേട്ടോ. കേരള ഡിജിറ്റൽ സർവകലാശാല ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി വികസിപ്പിച്ച ഡ്രോൺ ഏതെന്ന് ചോദിച്ചാൽ ഏകലവ്യാണ്. എന്തിനാണ്? കുഴിബോംബുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ ആണ് ഇത് ഏകലവ്യ എന്ന് പറയുന്നത്. കേരള ഡിജിറ്റൽ സർവകലാശാല ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി വികസിപ്പിച്ച ഡ്രോൺ ആണ് ഏകലവ്യ. ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം ആരംഭിച്ച പ്രദേശം എന്ന് ചോദിച്ചാൽ ലഡാക്ക് ആണ്. ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യം ആരംഭിച്ച പ്രദേശം ലഡാക്ക് ആണ്. ഉപയോഗിക്കുന്ന പേടകം ഹാബ് 1. എന്താണ്? ഹാബ് 1 ആണ് കേട്ടോ. അടുത്ത വീണ്ടും ഒരു സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി 2024 എന്ന് പറയുന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ ശക്തി എന്ന് പറയുന്നത്. 2024 സൈനിക അഭ്യാസത്തിന്റെ വേദി സിജാങ്തുങ് ജക്കാർത്തയാണ്. അടുത്തിടെ ഇന്ത്യൻ ഗവേഷകർ സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഗ്രഹം ടോയ് 6651b. എന്താണ്? ടോയ് 6651b ആണ്. ഭൂമിയേക്കാൾ 5 മടങ്ങ് വലുതും 60 മടങ്ങ് ഭാരമേറിയതുമായ ഗ്രഹമാണ് എന്ത്? ടോയ്. ഇത് ടോയ്സ് 6651b എന്ന് പറയുന്നത് ഇന്ത്യയാണ് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഗ്രഹമാണ്. അടുത്തിടെ ലോകബാങ്കിന്റെ അനുമതി ലഭിച്ച കേരള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് കേര പദ്ധതി കേട്ടോ. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. എന്താണ്? ലോക ബാങ്കിന്റെ അനുമതി ലഭിച്ച കേരള കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത്? കേര പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിന് അവതരിപ്പിച്ച ഏകീകൃത ആപ്പാണ് സൂപ്പർ ആപ്പ്. അത് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാനും ഫുഡ് ഓർഡർ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട്, അത് ട്രെയിനിലെ ഫുഡ് ഓർഡർ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സൂപ്പർ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 2024 നവംബറിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി. ഓക്കെ, ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതമാണ്. അടുത്ത ബാലാമണി അമ്മ പുരസ്കാരം 2024 കിട്ടിയത് ചാത്തനാട് അച്യുതനുണ്ണി. ആരാണ്? ചാത്തനാട് അച്യുതനുണ്ണിയാണ്. ബാലാമണി അമ്മ പുരസ്കാരമാണ് കേട്ടോ. പിന്നെ നമുക്കറിയാം അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന 47ാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്.
പിന്നെ ഒരു പദ്ധതിയാണ് PM വിദ്യാലക്ഷ്മി പദ്ധതി. എന്താണെന്ന് വെച്ചാല് മുൻനിര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈടുരഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ് എന്താ PM വിദ്യാലക്ഷ്മി. ഈടുരഹിത വായ്പ, അത് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. അടുത്ത ടൂലിപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ വേണ്ടി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് എന്ത് ടൂലിപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അടുത്ത വിൻബാക്സ് ആണ്. വിൻബാക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ നടത്തുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസം. നമ്മളിപ്പോ കുറെ സൈനിക അഭ്യാസം പഠിച്ചു, എല്ലാം ഓർത്തു വെച്ചിരിക്കുക. 2024 വേദി അംബാല. എവിടെയാണ്? അംബാലയിലാണ് കേട്ടോ. വിൻബാക്സ് ഇന്ത്യയും വിയറ്റ്നാമും. അടുത്ത സുപ്രീം കോടതി പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങളാണ് കേട്ടോ ഈ പ്രാവശ്യം 2024 നവംബറിൽ. ഒന്ന് ജസ്റ്റിസ് ഫോർ നേഷൻ റിഫ്ലക്ഷൻ ഓൺ 75 ഇയേഴ്സ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അടുത്ത പ്രിസൺ, അതായത് പ്രസിദ്ധീകരണങ്ങൾ. ഒന്നാമത്തെ പ്രസിദ്ധീകരണം ജസ്റ്റിസ് ഫോർ നേഷൻ, രണ്ടാമത്തത് പ്രിസൺ ഇന്ത്യ, മൂന്നാമത്തത് ലീഗൽ എയ്ഡ് ത്രൂ ലോ സ്കൂൾസ്. ഇത് മൂന്നുമാണ് സുപ്രീം കോടതി ഇപ്പൊ പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ കേട്ടോ. പ്രകാശനം ചെയ്തത് ആരാണ്? ദ്രൗപദി മുർമു ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നവംബറിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.